ചില സമയങ്ങളിൽ ഇതുപോലെ നല്ല അടിപൊളി ജീവനോടുള്ള കണവകൾ നമ്മുടെ ചൂണ്ടയെ പിടിക്കാറുണ്ട്. കിട്ടിക്കഴിഞ്ഞ ഒന്നും നോക്കൂല, ഒരു 3-4 ആയി കഴിഞ്ഞാൽ നേരെ എടുത്ത് കറി വെക്കേണ്ട ചെയ്യണത്. അപ്പൊ അതേ ആ കണവടെ നാക്കാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കും എന്നുള്ളത് അറിയണവര് കമന്റ് ചെയ്യട്ടെ. നന്നായിട്ട് ക്ലീൻ ആക്കി അതിനുശേഷം മഞ്ഞൾപ്പൊടിയിൽ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട, കാരണം കണവ് അത്യാവശ്യം വേവുള്ള ഒന്നാണ്. നമ്മുടെ സഞ്ചപ്പൻ ചേട്ടനും അതുപോലെ തന്നെ അനിച്ചേട്ടനും പിന്നെ ജോണിച്ചേട്ടനും ഇരിക്കണ അമരത്ത് നേരെ നമ്മുടെ കിച്ചണിലേക്ക് കയറി എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് സവാള, ഇഞ്ചി, അതുപോലെ തന്നെ തക്കാളി കുനുകുനാന്നും പറഞ്ഞരിഞ്ഞത് നേരിട്ടിട്ട് അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് പിന്നെ നമ്മുടെ മസാലപ്പൊടികൾ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മസാലപ്പൊടികൾ തന്നെയാണ്, അല്ലാതെ വേറെ എക്സ്ട്രാ ഒന്നും നമ്മൾ ആഡ് ചെയ്യണട്ടാ. എല്ലാവർക്കും കണവ് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലട്ടാ. ഇതിന് ഇംഗ്ലീഷിൽ കട്ടിൽ ഫിഷ് എന്ന് പറയും. അങ്ങനെ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ആ ഒരു പച്ചമണം എല്ലാം പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന കണവ നേരെ ആ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ, ഏകദേശം 20 മിനിറ്റോളം സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ആവട്ടെ. പിന്നെ ഒരു കാര്യം, അടുക്കി പിടിക്കാതെ നോക്കണോട്ടെ, എപ്പോഴും നമ്മളിത് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടിരിക്കണോട്ടെ. ചിലവര് കഞ്ഞിവെള്ളം ഒഴിക്കോട്ടെ നമ്മുടെ ഈ ഒരു കണവയിൽ കുറച്ചും കൂടി കട്ടി കിട്ടാനായിട്ട്. അങ്ങനെ ചോറും പിന്നെ ഒരു അച്ചാറും അതുപോലെ തന്നെ കണവ റോസ്റ്റും കൂടി ഇട്ടിട്ട് ഞങ്ങളത് ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചിട്ടിരിക്കേണ്ട നമ്മുടെ സ്രാങ്കത തങ്കച്ചൻ ചേട്ടനും കൂടി ഇരിക്കേണ്ട. അതുപോലെ നമ്മുടെ സഞ്ചാരി ചേട്ടൻ കണവ വെച്ച പാത്രത്തിലിട്ടാണ്ട് ചോറ് കഴിക്കുന്നത്. നോക്കിയ കടലിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ടുണ്ടല്ലോ, അടിപൊളി നല്ല സൂപ്പർ കണവ റോസ്റ്റ്, കുറച്ച് നാരങ്ങച്ചാറ് എടുത്തിട്ട്